അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ ആദ്യം കാണപ്പെടുന്ന പ്രാർത്ഥനയാണ് ഓരോ മുസ്ലിമും 17 തവണ നിർബന്ധമായും പല തവണ ഐച്ഛികമായും പാരായണം ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ ചേർക്കണമേ എന്നതാണ് ആ പ്രാർത്ഥന. ഏത് പ്രാർത്ഥനയും അഥവാ ഏത് ദുആയും ആരാധനയാണ്. ആരാധന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് നിർബന്ധമാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അഥവാ ഇഖ്ലാസോട് കൂടി അല്ലാതെ അവനെ ആരാധിക്കുവാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇഖ്ലാസ് ഉണ്ടാകണമെങ്കിൽ ഇൽമ് ആവശ്യമാണ്. ഇൽമിൽ നിന്നുണ്ടാകുന്ന ഈമാനാണ് ഇഖ്ലാസിലേക്ക് എത്തിക്കുന്നത്. അഥവാ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. എങ്കിൽ നാം ചോദിക്കുന്ന സിറാത്തുൽ മുസ്തഖീം എന്താണ്? ഖുർആൻ അതിന് പല തവണ പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. സൂറത്ത് യാസീനിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കാണാം: യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, താങ്കൾ ദൈവദൂതന്മാരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. അലാ സിറാത്തിൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലാകുന്നു താങ്കൾ. തൻസീൽ അസീസ് റഹീം, പ്രതാപശാലിയും യുക്തിമാനുമായവൻ അവതരിപ്പിച്ചതാകുന്നു അത്. അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ചതെന്താണോ അതാണ് സിറാത്തുൽ മുസ്തഖീം. പരിശുദ്ധ ഖുർആനിലെ ഓരോ കൽപ്പനയും നിർദ്ദേശവും സിറാത്തുൽ മുസ്തഖീമാണ്. സൂറത്ത് അൻആമിലെ പണ്ഡിതന്മാർ വസായിൽ അഷിർ എന്ന് വിശേഷിപ്പിച്ച ആയത്തുകൾക്ക് അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നു: വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ, തീർച്ചയായും ഇതാണ് എൻ്റെ സിറാത്തുൽ മുസ്തഖീം, ആകയാൽ നിങ്ങൾ അതിനെ പിൻപറ്റണം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും പിൻപറ്റുമ്പോഴാണ് ഒരാൾ സിറാത്തുൽ മുസ്തഖീമിലായി ജീവിക്കുന്നത്. ഇസ്ലാമിലേക്ക് ഒരാൾക്ക് ഹൃദയവിശാലത നൽകപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാമർശത്തിന് ശേഷം അള്ളാഹു പറയുന്നു: വഹദാ സിറാത്തു റബ്ബിക മുസ്തഖീമ, ഇതാകുന്നു നിന്റെ രക്ഷിതാവിന്റെ മുസ്തഖീമായ മാർഗം. അപ്പോൾ ഖുർആനും അതടക്കമുള്ള മറ്റെല്ലാ വഹികളും സിറാത്തുൽ മുസ്തഖീമാണ്. ഇത് പഠിക്കാതെയും മനസ്സിലാക്കാതെയും 17 തവണ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് ഫലമാണ് നമുക്ക് ലഭിക്കുക? ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അള്ളാഹു ആർക്കത് നൽകുന്നുവോ അത് മഹാസൗഭാഗ്യമായി നമുക്ക് കണക്കാക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അത് നൽകുന്നത്. അല്ലാഹു യഹ്ദി മൻ യശാ ഇലാ സിറാത്തി മുസ്തഖീം. സഹോദരങ്ങളെ, 4 കാര്യങ്ങൾ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 4 കാര്യങ്ങൾ സിറാത്തുൽ മുസ്തഖീം ചോദിക്കുന്ന ആളുകൾക്ക് നൽകപ്പെടുമെന്ന് അള്ളാഹു പറയുന്നു. 1, വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തി മുസ്തഖീം, ആര് അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നുവോ അവലംബിക്കുന്നുവോ അവൻ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിനെ അവലംബിക്കുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനിൽ തവക്കുലാക്കി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കപ്പെടും. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅ്ബുദു ഹദാ സിറാത്തുൽ മുസ്തഖീം, തീർച്ചയായും എൻ്റെയും നിങ്ങളുടെയും റബ്ബ് അള്ളാഹുവാണ്, അവനെ നിങ്ങൾ ആരാധിക്കുക, അതാണ് സിറാത്തുൽ മുസ്തഖീം. 2, വേദഗ്രന്ഥമാകുന്ന നൂറ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നവരെ പറ്റി അള്ളാഹ് പറഞ്ഞു: വയഹ്ദിഹിം ഇലാ സിറാത്തിൽ മുസ്തഖീം, അവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നാം ചേർക്കും. 3, ശക്തമായ ഈമാനുള്ളവർ, ആ ഈമാനുള്ളവർ മാത്രമാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കപ്പെടുക. അനല്ലാഹ ലഹാദില്ലദീന ആമനു ഇലാ സിറാത്തിൽ മുസ്തഖീം, തീർച്ചയായും അള്ളാഹു സത്യവിശ്വാസികളെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്നവനാണ്. 4, മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യാനും കഷ്ടപ്പെടാനും സാധിക്കുന്ന ആളുകൾക്ക്, അതിന് തയ്യാറുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു: വല ഹദൈനാഹും സിറാത്തുൽ മുസ്തഖീമ, അവരെ നാം സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കുമായിരുന്നു എന്ന്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞതിന് ശേഷം നാം പറയുന്നു: എന്താണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം? അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം. ആ അനുഗ്രഹിച്ചവരാരാണെന്ന് ഖുർആൻ പറയുന്നു. കാര്യങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കപ്പെടുന്ന 4 കാര്യങ്ങൾ ഉൾക്കൊണ്ടവർക്ക് ഈ 4 വിഭാഗം ആളുകളുടെ മാർഗത്തിലായി ചേരാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂറത്ത് അൻആമിൽ 18 പ്രവാചകന്മാരുടെ പേര് പരാമർശിച്ച ശേഷം അള്ളാഹു പറഞ്ഞു: വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തുൽ മുസ്തഖീം, അവരെ വിശിഷ്ടരായി തിരഞ്ഞെടുക്കുകയും സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവരെ നയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു അനുഗ്രഹിച്ചവരാരാണ്? മിനൻ നബിയ്യീന, അമ്പിയാക്കന്മാരാണ്. ഈ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് 18 ആളുകളുടെ പേര് പറഞ്ഞതിന് ശേഷമാണ് വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞത്. 2, സിദ്ദീഖുകളാണ്. ആരാണ് സിദ്ദീഖുകൾ? പരിശുദ്ധ ഖുർആനിനെ സത്യപ്പെടുത്തിയവർ, വഹീനെ സത്യപ്പെടുത്തി അമല് കൊണ്ടും പ്രവർത്തനം കൊണ്ടും വിശ്വാസം കൊണ്ടും അതിനെ സത്യപ്പെടുത്തിയവരാണ് സിദ്ദീഖുകൾ. അതാണ് പരിശുദ്ധ ഖുർആൻ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കപ്പെടുമെന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ 2ാമത്തെ വിഭാഗം അവരാണ്. 3, വശുഹദാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകളാണ്, അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കാൻ തയ്യാറായ ആളുകളാണ്. 4, വസ്സാലിഹീൻ, ആരാണ് സ്വാലിഹീൻ? ശക്തമായ ഈമാനുള്ള ആളുകൾ, ഈമാനിന്റെ അടിസ്ഥാനത്തിൽ കൽപ്പിക്കപ്പെട്ട സൽക്കർമ്മങ്ങളെ കൃത്യമായി പഠിച്ച് ഈമാനിന്റെ അടിസ്ഥാനത്തിലുള്ള അമലുകൾ ചെയ്യുന്നവരാണ്. അപ്പോൾ സിറാത്തുൽ മുസ്തഖീം ആർക്ക്? ആ സിറാത്തുൽ മുസ്തഖീം ചോദിക്കുന്ന ആളുകളിൽ ആർക്കാണ് നൽകപ്പെടുക എന്ന് കൃത്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ആജന്മ ശത്രുവായി ഇബ്ലീസ് ഇരിക്കുന്നത് ലഅഖഉദന്ന ലഹും സിറാത്തൽ മുസ്തഖീം, തീർച്ചയായും
നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ ഇരിക്കുമെന്നാണ്. സിറാത്തുൽ മുസ്തഖീം സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ്. ആ സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന വഴിയിൽ നിന്ന് തടസ്സമായി ഷൈത്താൻ ഉണ്ടാകും, ഇബ്ലീസ് ഉണ്ടാകുമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ രാത്രി നമസ്കാരങ്ങളുടെ പ്രാർത്ഥനയിൽ അവസാനിപ്പിച്ചതായി ഇങ്ങനെ കാണാം: ഇഹ്ദിനി ലിമുഖ്തലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക വഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം. അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് തീർച്ചയായും എന്നെ നീ നയിക്കണമേ. ജനങ്ങൾ സത്യത്തിന്റെ വിഷയത്തിൽ ഭിന്നിച്ചിട്ടുണ്ട്. അതുണ്ട് നിന്റെ അനുമതി പ്രകാരം അല്ലാഹുവേ, സത്യത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്നവർ ആരാണെന്ന് എനിക്ക് നീ കാണിച്ചു തരണമേ. തീർച്ചയായും സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീ ഉദ്ദേശിക്കുന്നവരെയാണ് നീ നയിക്കുന്നത് എന്ന ആ പ്രാർത്ഥന അവസാനിക്കുന്നത് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേരാനുള്ള ഒരു സത്യവിശ്വാസിയുടെ അമിതമായ ആഗ്രഹം ഉള്ളതുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ടുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ മാറണം. അള്ളാഹു സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ച് സ്വർഗ്ഗത്തിലെത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക, അറിയിക്കുക. Peace Radio. Tune to reality.